മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് 2003 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് കുഞ്ഞായിരിക്കുന്ന ദാമിയും കൂട്ടി ഏതോ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് റാഹി. ദാമിയെ നോക്കുന്ന റാഹി ആലോചിക്കുകയാണ് ഡോക്ടർ റാഹിയോട് പറഞ്ഞ കാര്യങ്ങൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഹാർട്ടിൽ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്ന ദാമിക്ക് ഉടനെ തന്നെ സർജറി വേണമെന്ന് ഡോക്ടർ റാഹിയോട് പറയുകയാണ്. അങ്ങനെ ആ സർജറി ചെയ്യാനായിട്ട് ആവശ്യമുള്ള പൈസയൊന്നും റാഹിയുടെ കയ്യിൽ ആ സമയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദാമിയുടെ ബയോളജിക്കൽ ഫാദറായ മിസ്റ്റർ ബങ്ങിൻ്റെ മകൻ്റെ അടുത്ത് വന്നിട്ട് റാഹി പൈസ ചോദിക്കുന്നുണ്ടെങ്കിലും ഈ കുട്ടിയെ എനിക്ക് വേണ്ടെന്ന് എന്നോട് പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നീ തന്നെ ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് റാഹി അവിടുന്ന് പറഞ്ഞു വിടുകയാണ് മിസ്റ്റർ ബങ്ങിൻ്റെ മകൻ. റാഹി ദാമിയുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങുകയാണ്. ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയതിന് ശേഷം റാഹി നേരെ ദാമിയുടെ കൈ വിട്ടിട്ട് തനിയെ നടക്കാൻ തുടങ്ങുകയാണ്. ദാമി അവിടെ നിന്ന് കുറേ നേരം അമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നെങ്കിലും റാഹി തിരിച്ചു വന്നില്ല. പാവം ദാമി അവിടെ നിന്ന് വല്ലാണ്ട് കരയുവാണ്. ആദ്യമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ റാഹി നടന്നു ചെന്നെങ്കിലും കുറച്ചങ്ങോട്ട് കഴിഞ്ഞതിൽ പിന്നെ റാഹിയും വല്ലാണ്ട് കരയാണ്. മകളെ ഉപേക്ഷിച്ചതിൽ അവൾക്കും വല്ലാണ്ട് വിഷമമുണ്ടായിരുന്നു. സീൻ കട്ടായി നമ്മൾ പ്രസൻറ്റിൽ ദാമിയാണ് കാണിക്കുന്നത്. ദാമി റാഹിയോട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്നും എന്തുകൊണ്ടാണ് അന്ന് എന്നെ ആ പാലത്തിൽ വെച്ച് ഉപേക്ഷിച്ചതെന്നും ഒക്കെ ചോദിക്കുകയാണ്. പക്ഷെ റാഹി ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ദാമി പറയാണ്, നിങ്ങളെ ആദ്യമായിട്ട് കണ്ട സമയം തന്നെ എനിക്ക് ഓർമ്മ വന്നിരുന്നു നിങ്ങൾ എന്നെ ആ ബ്രിഡ്ജിൽ ഉപേക്ഷിച്ചിട്ട് പോയ രംഗം. അത് ഞാൻ ആരോടും പറയാതിരുന്നത് അത്രയ്ക്ക് കഠിനമായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വന്ന് വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വന്നതും. പക്ഷേ അന്ന് ഗ്രാൻഡ്പയുടെ വീട്ടിൻ്റെ വെളിയിൽ വെച്ച് അന്ന് മഴയത്ത് ഞാൻ കുഴഞ്ഞു വീണ സമയത്ത് നിങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഡോർബെൽ അടിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അത്ര നേരം ഞാൻ കുഴഞ്ഞു വീഴാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമല്ലായിരുന്നോ? ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മകളോട് ഇങ്ങനെ ചെയ്യുമോ? എന്നെക്കാളും വലുതായിരുന്നോ നിങ്ങൾക്ക് ഗ്രാൻഡ്പ തരാമെന്ന് പറഞ്ഞ ആ പൈസ? സ്വന്തം മകളെക്കാളും പൈസയ്ക്കല്ലേ നിങ്ങൾ വില കൽപ്പിക്കുന്നത്? ആ പൈസ നിങ്ങൾക്ക് കിട്ടില്ല. ഞാനിപ്പോൾ തന്നെ ചെന്ന് ഗ്രാൻഡ്പയോട് എല്ലാം പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഗ്രാൻഡ്പയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ദാമി. റാഹി ഓടി വന്ന് ദാമിയെ പിടിച്ച് അവളെ ഉപദ്രവിച്ച് ആ അക്വരത്തിനടുത്തേക്ക് എർത്തെറിയുവാണ്. നിന്നെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അല്ല, നിന്നെ ഈ ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് റാഹി പറയുകയാണ്. ഇത് കേട്ട ദാമി ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ദാമി തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്കുള്ള വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ദാമി മിസ്സസ് ലിയോട് പറയാണ്, എല്ലാം എൻ്റെ തെറ്റാണ്. എൻ്റെ ഹോസ്പിറ്റൽ ബിൽസിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വീട് വിൽക്കേണ്ടി വന്നത്? അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ സ്വന്തം ജോലി പോലും കളയേണ്ടി വന്നത്? ആ കടങ്ങൾ വീട്ടാനായിട്ടൊരു മാർഗ്ഗമാകുമല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം എങ്ങനെയായെന്നൊക്കെ പറഞ്ഞ് ദാമി സ്വയം കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയത്ത് ഇത് കേട്ട മിസ്സസ് ലീ ദാമിനെ വഴക്ക് പറയാണ്. നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത്. നീ ഒരാൾ കാരണമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. എൻ്റെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ വളർത്ത് വലുതാക്കിയത്. മക്കളില്ലാതിരുന്ന ഞങ്ങൾക്ക് ദൈവം തന്ന വരമാണ് നീ. നിന്നെ കിട്ടുന്നതിന് മുമ്പ് 5 മിസ്കാരേജസ് എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു സ്വന്തം കുഞ്ഞിനായിട്ടുള്ള ഭാഗ്യമില്ലാതിരുന്ന എനിക്ക് ദൈവം തന്നതാണ് നിന്നെ. ഈ സമയത്ത് 2003 മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. റാഹി ഉപേക്ഷിച്ച് പോയതിനെ തുടർന്ന് അവിടെ നിന്ന് ബ്രിഡ്ജിലിരുന്ന് കരയുന്ന ദാമിയെ കണ്ടത് മിസ്സസ് ലീയും മിസ്റ്റർ ലീയും ആയിരുന്നു. അവർ നേരെ ഓടി വന്ന് ദാമിയെ രക്ഷിക്കുകയും കൂടാതെ ദാമിയുടെ കൂടെ തന്നെ അവളുടെ അമ്മയെ അന്വേഷിച്ച് കുറേ നടന്നെങ്കിലും റാഹിയെ തിരിച്ചേൽപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. റാഹിയെ എവിടെയും അവർക്ക് കണ്ടുകിട്ടില്ല. അതുകൊണ്ട് തന്നെ ദാമിയെ അവർ ഏറ്റെടുക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. കുട്ടികളില്ലാത്ത അവർക്ക് ദാമി വലിയൊരു ആശ്വാസം തന്നെ ആയിരുന്നു. പ്രസൻറ്റിൽ ദാമി ഹൻമോനയുടെ കാര്യമൊക്കെ അവളുടെ പേരൻസിൻ്റെ അടുത്ത് പറയാണ്. അവളെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്. അവളെ ഞാൻ ഹെൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവൾ എനിക്ക് തിരിച്ച് ഇത്ര വലിയൊരു പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാണ്. പിറ്റേ ദിവസം എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സ്വന്തം പേരിലുണ്ടായിരുന്ന എല്ലാവിധ അലിഗേഷൻസും തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് മിസ്റ്റർ ലിയയും കൂട്ടി ദാമി സ്കൂളിലേക്ക് വരികയാണ്. അവിടെ ചെന്നപ്പം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ. ആ സ്കൂളിൽ പഠിക്കുന്ന മറ്റുള്ള കുട്ടികളുടെ പാരൻസ് അവിടെ വന്നിട്ട് സ്ട്രൈക്ക് നടത്തുകയായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ കാരണം. അവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് മിസ്റ്റർ ലീയും ദാമിയെയും അകത്ത് വിടാതെ പിടിച്ചു നോക്കുമായിരുന്നു. മിസ്റ്റർ ലീ വളരെ കഷ്ടപ്പെട്ട് ദാമിയെ അകത്തേക്ക് വിടാനായിട്ട് നോക്കുകയാണ്. ദാമി സ്കൂളിലേക്ക് കയറി ചെന്നിട്ട് പ്രിൻസിപ്പലിനോടും ടീച്ചേഴ്സിനോടും ഒരു മീറ്റിംഗ് വെക്കാനായിട്ട് പറയാണ്. അവളുടെ മേലുള്ള എല്ലാ അലിഗേഷൻസും തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവൾക്ക് ഒരു അവസരം കൊടുക്കണം എന്നൊക്കെ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ അവൾ പറയാണ്. പക്ഷെ പ്രിൻസിപ്പൾ ദാമിയെ തിരിച്ച് വഴക്ക് പറയാണ്. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഇവിടെ കയറി വരാൻ നിനക്ക് നാണമില്ലേ? എത്ര ധൈര്യമുണ്ട് നിനക്ക്? ദാമി ഈ സമയം ചോദിക്കുകയാണ്, ഇവിടെ ആരെങ്കിലും ഞാൻ ആ കുഞ്ഞിന് ജന്മം നൽകിയതായിട്ട് കണ്ടോ? ഏതെങ്കിലും ടീച്ചറോ ഏതെങ്കിലും ഫാക്കൽറ്റിയും കണ്ടിട്ടുണ്ടോ? കാണാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് എന്ന് ചോദിച്ച് ദാമി വളരെ സങ്കടപ്പെട്ട് പറയാണ്. പ്രിൻസിപ്പൾ ഈ സമയം പറയാണ്, നിൻ്റെ സ്വന്തം ക്ലാസ് ടീച്ചർ മിസ് ഗോ തന്നെ നിന്നെ കണ്ടിരുന്നു. അവരാണ് ഇതിന് ഏറ്റവും വലിയൊരു സാക്ഷി എന്ന് പറയാണ്.
ഈ സമയം മിസ് ഗോ മറ്റൊരു ടീച്ചറിൻ്റെ കൂടെ മിസ്സസ് ലീയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. ദാമിയുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാനായിട്ടായിരുന്നു അവർ മിസ്സസ് ലീയെ കാണാനായിട്ട് എത്തിയിരുന്നത്. ആ സമയത്ത് സ്കൂളിലെ മറ്റൊരു ടീച്ചർ മിസ് ഗോനെ വിളിച്ചിട്ട് ദാമി ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ കിടന്ന പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറയുകയാണ്. നീ ശരിക്കും അന്നത് കണ്ടിരുന്നോ എന്ന് മിസ് ഗോയോട് ചോദിക്കുകയാണ്. ശരിക്കും ആ സീൻ നമ്മളിപ്പോഴാണ് കാണിക്കുന്നത്. മിസ് ഗോ ശരിക്കും ആ ഒരു സീൻ കണ്ടിരുന്നു. പക്ഷേ ദാമിയല്ല ഹൻമുനിയായിരുന്നു കുഞ്ഞിന് ജന്മം നൽകിയത് എന്ന് മിസ് ഗോ നല്ല വ്യക്തമായി കണ്ടതാണ്. പക്ഷേ ആ ഫോണിൽ വിളിക്കുന്ന ടീച്ചറിനോട് അതെ ഞാൻ ശരിക്കും കണ്ടതാണ്, ദാമി തന്നെയായിരുന്നു ആ പെൺകുട്ടി എന്ന് പറഞ്ഞ് ദാമിയെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഈ സമയം നമുക്ക് കാണാം മിസ് ഗോ കാണാൻ വന്നിരിക്കുന്നത് റാഹിയായിരുന്നു, മിസ് ലീ അല്ലായിരുന്നു. ദാമിയുടെ പേരൻ്റ് എന്ന രീതിയിൽ മിസ് ഗോ സംസാരിക്കാൻ തുടങ്ങുമ്പം റാഹി എനിക്കൊരു ദാമിയെ അറിയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഈ സമയം ഡോക്ടർ ചായ കാണിക്കുകയാണ്. ആ ഒരു ലൈവ് സ്ട്രീമേഴ്സിൻ്റെ ലൈവൊക്കെ കണ്ടതിന് ശേഷം ദാമിയുടെ ശല്യം ഒഴിഞ്ഞു, പക്ഷേ റാഹി അങ്ങനെ ഇങ്ങനെയൊന്നും ഒതുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലൈവ് സ്ട്രീമിംഗ് നടക്കുന്ന പേജിൽ ദാമിയുടെ യഥാർത്ഥ അമ്മ LH മീഡിയയുടെ CEO ഗം റാഹി ആണെന്ന് പറയാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാണ്. പെട്ടെന്ന് ചായയുടെ ക്ലിനിക്കിലേക്ക് കുറേ ഗുണ്ടകൾ വന്നിട്ട് പൈസ ചോദിക്കുകയാണ്. എന്തോ ഒരു ആവശ്യത്തിനായിട്ട് ഡോക്ടർ അവരുടെ കയ്യിൽ നിന്ന് കുറേ പൈസ ഇതിനു മുമ്പേ വാങ്ങിയിരുന്നു. അടുത്ത സീനിൽ ദാമിയാണ് കാണിക്കുന്നത്. സ്കൂളിൽ ആ സമയം പെട്ടെന്ന് ദാമിയുടെ ഒരു വീഡിയോ പ്ലേ ആവുകയാണ്. സ്കൂളിലെ ബ്രോഡ്കാസ്റ്റ് റൂമിൽ വെച്ച് ദാമി ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ദാമി ആ ഒരു ലൈവിൽ പറയാൻ തുടങ്ങുകയാണ്, എനിക്കെതിരെ വന്നിട്ടുള്ള എല്ലാ അലിഗേഷൻസും തെറ്റാണ്, ഈ പറഞ്ഞതൊന്നും ഞാനല്ലായിരുന്നു, മോനിയായിരുന്നു, ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് കൂടി മോനിയായിരുന്നു എന്ന് പറയാണ്. അതിൽ കൂടുതൽ അവൾക്ക് പറയാൻ സാധിക്കുന്നതിന് മുന്നേ പ്രിൻസിപ്പളൊക്കെ അവളെ അവിടെ നിന്ന് വന്ന് പിടിച്ചു മാറ്റുകയാണ്. അവളെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് ആ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കാനായിട്ട് അവിടുത്തെ ആൾക്കാർ ശ്രമിക്കുകയാണ്. അവൾ കുറേ ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ അവളുടെ വാക്കുകളെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. മോനെയാണെന്ന് പറയുമ്പോൾ മോനയുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ എങ്ങനെയാണ് തൊട്ട് പിറ്റേ ദിവസം അവൾക്ക് ഓഡിഷന് പോകാൻ സാധിക്കുന്നതെന്ന്. ദാമി സമയം പറയാണ്, മോനെ തന്നെയാണ് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്, അവൾ തന്നെ എന്നോട് ആ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു, ഒരു ഹെൽപ്പ് ചോദിച്ചിരുന്നു, അത് ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഇതൊന്നും വിശ്വസിക്കാത്ത പ്രിൻസിപ്പൾ ചോദിക്കുകയാണ്, സത്യം പറ നീ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. മോനി ഈ സമയം പെട്ടെന്ന് അവിടെ വന്നിട്ട് ദാമിയോട് സിമ്പതിയുള്ള രീതിയിൽ വളരെ പാവപ്പെട്ട ഒരാളെ പോലെ സംസാരിക്കുകയാണ്. ദാമി ഈ സമയം വിചാരിക്കുകയാണ്, അതായത് മോനി ഇപ്പോൾ ചിലപ്പോൾ സത്യങ്ങൾ വെളിപ്പെടുത്തുമായിരിക്കും, എനിക്കെതിരെ വന്നത് ഒക്കെ തെറ്റാണെന്ന് മോനി ഇപ്പോൾ വെളിപ്പെടുത്തുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവിടെ നടക്കുന്നത് മറ്റൊന്നാണ്. മോനി ആ സമയം ദാമിയോട് വളരെ പാവമുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അതായത് എനിക്ക് നേരത്തെ അറിയായിരുന്നു ദാമിയും മിസ്റ്റർ ലീ, അതായത് ദാമിയുടെ അഡോപ്റ്റീവ് ഫാദർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്നൊക്കെ ഭയങ്കര പാവം പോലെ അവിടെ സംസാരിച്ചിട്ട് പോവാണ്. ഇത് കേൾക്കുന്ന ദാമിക്ക് സഹിക്കുമോ? ഇതുവരെ ഉണ്ടായിരുന്ന ചാർജസ് കൂടാതെ ഇപ്പോൾ പിന്നെയും ഓരോന്ന് അവൾക്കെതിരെ അടിച്ചേൽപ്പിക്കാനായിട്ട് ഓരോരുത്തർ ശ്രമിക്കുകയാണ്. ഈ സമയം അവളെ കൂടാതെ അവളെ ജീവന തുല്യം സ്നേഹിക്കുന്ന അവളുടെ പേരൻസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. മോനെ ഈ സമയം പറയാണ്, എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും, ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ദാമിയാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ദാമിയുടെ ലോക്കർ തുറന്നു നോക്കാനായിട്ട് അവൾ പറയാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ദാമിക്കെതിരെ ഉപയോഗിക്കാനായിട്ട് മോനെ വേറൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മെറ്റേണിറ്റി ഹാൻഡ് ബുക്ക് ദാമി അറിയാതെ അവളുടെ ലോക്കറിലേക്ക് അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടുപിടിക്കുന്ന പ്രിൻസിപ്പളും മറ്റുള്ളവരും ഇപ്പോഴും കൺഫേം ചെയ്യുകയാണ് ദാമി തന്നെയായിരുന്നു ആ ഒരു പെൺകുട്ടി എന്നുള്ളത്. മോനെ ഈ സമയം ദാമിയോട് സോറി ചോദിക്കുകയാണ്, എനിക്ക് നിൻ്റെ സീക്രട്ട് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ വളരെ പാവം പോലെ സംസാരിക്കുകയാണ്. ദാമിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രിൻസിപ്പളും മറ്റുള്ളവരും മോനയുടെ വാക്കുകളും ആ ഒരു ബുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലും ദാമി അവിടെ നിന്ന് എക്സ്പെൽ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ദാമിക്ക് അവിടെ ഇരുന്ന് കരഞ്ഞ് പറയാനായിട്ട് മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ, ആരും തന്നെ അവളുടെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ ദോഹുക്കിനെയാണ് കാണിക്കുന്നത്. ജിൻമോ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു റെക്കോർഡർ ദോഹുക്കിൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് വരികയാണ് ദോഹുക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ ദോഹുക്ക് ദാമിയെ പറ്റി ആലോചിക്കുകയാണ്. അവളുടെ സിറ്റുവേഷൻ ഇത്രയ്ക്ക് മോശമാവാനായിട്ടുള്ളൊരു പങ്ക് അവനുമുണ്ടെന്നുള്ളൊരു കുറ്റബോധം അവനിപ്പോൾ തോന്നുകയാണ്. അവനെന്തോ ആലോചിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാതെ നേരെ വണ്ടി തിരിച്ച് വേറെ എങ്ങോട്ടോ പോവാണ്. സ്കൂളിൻ്റെ പുറത്ത് സ്കാർലെറ്റ് ലെറ്റർ എന്നൊരു യൂട്യൂബ് ചാനലിലൂടെ ലൈവുകൾ വിട്ടുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രീമേഴ്സ് എല്ലാവരും എത്തി നിൽപ്പുണ്ടായിരുന്നു. പുറത്തേക്ക് വരുന്ന ദാമി അവിടെ തടഞ്ഞിർത്തി അവർ ഓരോ വീഡിയോസ് എടുത്ത് ഓരോ കുറ്റങ്ങൾ ദാമിയുടെ നേർക്ക് ചാർത്താണ്. ആ സമയത്ത് അവിടേക്ക് ദോഹുക്ക് വരുന്നത്. ദോഹുക്ക് ദാമിയുടെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് കയറി ഇവിടുന്ന് പോകാം എന്ന് പറയാണ്. ആ ഒരു സ്കാർലെറ്റ് ലെറ്ററിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് യോങ്ജൂൻ ഡു ആയിരുന്നല്ലോ. യോങ്ജൂന് പെട്ടെന്ന് ദോഹുക്കിനെ കണ്ടിട്ട് മനസ്സിലാവുകയാണ്. ദോഹുക്കിൻ്റെ കഴുത്തിലെ മാല കണ്ടിട്ട് അവനെ പെട്ടെന്ന് അത് ദോഹുക്കാണെന്ന് തന്നെ മനസ്സിലാവുകയാണ്. അവനപ്പോൾ തന്നെ ജിൻമോനെ വിളിച്ചിട്ട് ദോഹുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. അടുത്ത സീനിൽ ക്ലാസ് എടുക്കാനായിട്ട് കോളേജിലേക്ക് വന്ന മിസ്റ്റർ ലീയാണ് കാണിക്കുന്നത്. അവിടെ കുട്ടികളെല്ലാവരും സമരം ചെയ്തുകൊണ്ട് പ്രൊഫസർ ലീയെ പറഞ്ഞു വിടണം എന്ന് പറയാണ്.
ഈ സമയം മിസ്സസ് ലീയുടെ വീട്ടിലേക്ക് ഡിറ്റക്റ്റീവ് നാം വരികയാണ്. നാം പറയുന്നത് ദോഹ്യുക്കിനെ അന്വേഷിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ദോഹ്യുക്കിനെ ദാമിയുടെ കൂടെ കണ്ടെന്ന് ചിലർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ആ വീട്ടിൽ മുഴുവൻ സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയം കോളേജിൽ നടന്ന കാര്യങ്ങൾ മിസ്റ്റർ ലീ മിസ്സസ് ലീയെ വിളിച്ച് അറിയിക്കുകയാണ്. ആ സമയം കുറച്ച് പോലീസുകാർ വന്നിട്ട് മിസ്റ്റർ ലീയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാണ്. സത്യത്തിൽ മിസ്റ്റർ ലീ ആരോ തല്ലി എന്ന് പറഞ്ഞിട്ട് ആരോ തെറ്റായ കംപ്ലയിൻറ്റ് കൊടുത്ത് മിസ്റ്റർ ലീയെ അകത്താക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അടുത്ത സീനിൽ മിസ്റ്റർ ബങ്ങിനെയാണ് കാണിക്കുന്നത്. ദാമി എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കൊച്ചുമകളായതുകൊണ്ട് തന്നെ അവളെ സഹായിക്കാനായിട്ട് തന്നെ മിസ്റ്റർ ബങ് തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആളുകളെ വിട്ട് ഒരു സപ്പോർട്ട് സെൻറ്റർ കണ്ടുപിടിക്കുകയാണ് മിസ്റ്റർ ബങ്. ഇതുപോലെ സൈബർ ബുള്ളിങ് ഒക്കെ നേരിട്ട് അതിൻ്റെ ഇരകളായി മാറുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൻറ്ററായിരുന്നു അത്. അതേസമയം ദോഹ്യുക്കിൻ്റെ നേരെ ഷൗട്ട് ചെയ്ത് ചെല്ലാണ് ദാമി. നിനക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്താണ് വേണ്ടത്? നീയും കൂടെ കാരണമാണ് എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അന്ന് ഞാൻ എത്ര പറഞ്ഞതാ ആ ഹോട്ടലിലേക്ക് വന്ന് ഞാനല്ലെന്ന്. എന്നിട്ട് നീ വിശ്വസിച്ചോ? ആരെങ്കിലും എന്നെ വിശ്വസിച്ചോ? ദോഹ്യുക്ക് ഈ സമയം പറയാണ്, എനിക്കെല്ലാം മനസ്സിലായി. നീ അല്ലായിരുന്നു ആ ഹോട്ടലിൽ വന്നെന്നുള്ളത് എനിക്കെല്ലാം മനസ്സിലായി. നീ എന്നെ കുറ്റപ്പെടുത്തിക്കോ, അതിനൊക്കെ ഞാൻ അർഹനാണ്. പക്ഷേ യങ് ജിൻമോ എന്നൊരാളാണ് ഇതിനെല്ലാം പിന്നിൽ. അവനാണ് സ്കാർലറ്റ് ലെറ്റർ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങി നിന്നെ ഇതിൽ കുറ്റപ്പെടുത്താനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അന്ന് ആ ഹോട്ടലിൽ ആ ഒരു പെൺകുട്ടിയുടെ കൂടെ വന്നത് ഈ ജിൻമോ തന്നെയായിരുന്നു. ദാമിക്ക് ഈ സമയം മനസ്സിലാവുകയാണ് ആ ഒരു ബോബിൾ ക്യാപ്പ് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ കൂടെ ഉള്ളൂ ഹൻമോനി ആണെന്നുള്ളത്. ഹൻമോനി ആയിരുന്നു ആ ഒരു ഹോട്ടലിലേക്ക് വന്ന എന്നുള്ള കാര്യം ദോഹ്യുക്കിനോട് ദാമി പറയാണ്. ആ സമയം ദാമിക്ക് മിസ്റ്റർ ബങ്ങിൻ്റെ കോൾ വരികയാണ്. ആ ഒരു സപ്പോർട്ട് സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് നീ അങ്ങോട്ടേക്ക് ചെല്ലുക, നിന്നെ സഹായിക്കാനായിട്ട് അവിടെ ആൾക്കാരുണ്ടാവും എന്ന് പറയാണ്. ദാമി ഇത് കേട്ടിട്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ആൻഡ് ഗ്രാൻഡ്പയോട് വളരെയധികം നന്ദിയും പറയുന്നുണ്ട് അവളെ. ഇങ്ങനെയൊരു മോശമായ സന്ദർഭത്തിലും തന്നെ സഹായിക്കാനായിട്ട് തൻ്റെ ഗ്രാൻഡ്പ എങ്കിലും കൂടെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷമായിരുന്നു ദാമിക്ക്.